CPM ഭീഷണിയെ തുടർന്ന് പ്രദർശനം അവസാനിപ്പിച്ച TP51 വീണ്ടും പ്രദർശിപ്പിക്കാനൊരുങ്ങി ചിത്രത്തിന്റെ സംവിധായകൻ മൊയ്തു താഴത്ത്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സിനിമ 2014-ലാണ് റിലീസ് ചെയ്തത്. സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ കത്തിക്കും എന്നതുൾപ്പെടെയുള്ള ഭീഷണി വന്നതോടെ ചിത്രം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, ഈ പുതിയ കാലത്തെ സംവിധാനങ്ങളൊക്കെ അനുസരിച്ച് മുഖ്യമന്ത്രി തന്നെ പോയിരുന്ന് കാണേണ്ടി വരുമല്ലോ? അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നതരായ CPM നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു TP51 എന്ന് പറയുന്ന ഒരു സിനിമ 2014 കഥയും സംവിധാനവും ഒക്കെ എഴുതി അത് തിയേറ്ററിലേക്ക് എത്തിച്ചത്. എന്നാൽ CPM പ്രവർത്തകരുടെയും സംസ്ഥാന നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭീഷണിയെ തുടർന്ന് തനിക്ക് ആ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മൊയ്തു താഴത്ത് ജനം TVക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നത്. തുടർന്നാണ് അദ്ദേഹം താൻ എന്ത് വില കൊടുത്തും ഈ സിനിമ വീണ്ടും പ്രദർശനത്തിൽ എത്തിക്കുമെന്നൊരു കാര്യം പറയുന്നത്. വലിയ മുതൽ മുടക്കിൽ സിനിമ നിർമ്മിക്കുകയും അത് തിയേറ്ററിൽ എത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ തിയേറ്ററിനകത്ത് ബോംബിടുമെന്നും അടക്കമുള്ള CPM പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് ആ സിനിമ പിൻവലിക്കേണ്ടതായിട്ട് വന്നു. കേരളത്തിൽ 69ഓളം തിയേറ്ററുകളിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. സർക്കാരിന്റെ 14ഓളം തിയേറ്ററുകളിലും മറ്റ് 54ഓളം തിയേറ്ററുകളിലായിരുന്നു പ്രദർശനം നടത്തിയിരുന്നത്. എന്നാൽ സിനിമ റിലീസ് ആവുന്നതിന് തൊട്ട് തലേ ദിവസം മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയായിരുന്നു. ലിബർട്ടി ബഷീറിന്റെ ഓഫീസിലേക്ക് ഫോൺ കോൾ വന്നു. ഈ സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്ററിൽ ബോംബിടുമെന്നായിരുന്നു ഭീഷണി. തുടർന്ന് വലിയ നഷ്ടം സിനിമയ്ക്ക് സംഭവിച്ചു. സിനിമ പല തിയേറ്ററുകളിലും കളിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി രക്തസാക്ഷിയാകേണ്ടി വന്നാലും താൻ ആ സിനിമ വീണ്ടും റീറിലീസ് ചെയ്യുമെന്നും OTT ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ ഇത് പ്രദർശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മൊയ്തു താഴത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകളൊക്കെ നടത്തിക്കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ജയിൽ കടയും ഉൾപ്പെടെ ആളുകൾ ജയിൽ കഴിയും, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കഴിയും ഒക്കെ ചെയ്തതാണത്. CPMന്റെ ഉന്നത നേതൃത്വത്തിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള അന്വേഷണവും അന്ന് നടന്നിരുന്നു. അതൊക്കെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു നേതാവിനെ, പാർട്ടി വിട്ടുപോയ ഒരു നേതാവിനെ കൊല്ലുക എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ആ കൊലപാതകത്തെ ന്യായീകരിക്കാൻ CPM ശ്രമിച്ചിരുന്നുവെങ്കിലും CPMന് വ്യക്തമായ പങ്കുള്ളതായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വന്നു. CPMന്റെ ഉന്നതരായിട്ടുള്ള നേതൃത്വം അതിൽ കുടുങ്ങി. ആ സമയത്ത് തന്നെ ഈ നേതൃത്വത്തെ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് 2012 കൊലപാതകം നടക്കുന്നത്, 2014 തന്നെ ഈ ഇത്തരത്തിൽ നേതൃത്വത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവരെ സംശയത്തിന്റെ നിലയിൽ നിർത്തിക്കൊണ്ട് ഒരു സിനിമ ഇറക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചിത്രീകരണം പല സ്ഥലങ്ങളിലും നടത്തുന്ന സമയത്ത് CPMന്റെ ആളുകൾ തന്നെ വന്ന് ആ ചിത്രീകരണം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയായിരുന്നു CPM നേതൃത്വത്തിനാണ് ഇതിൽ പങ്ക് എന്ന വ്യക്തത ഉള്ള ഒരു സിനിമ പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ അത് സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഈ മൊയ്തു താഴത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തുകയുണ്ടായത്. പക്ഷേ പലതരത്തിലുള്ള വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിട്ടു. ഈ വടകരയിലും ഒഞ്ചിയത്തും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിംഗ് തടസ്സപ്പെട്ടതിന്റെ ഭാഗമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. തൊടുപുഴയിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വന്നു. ഈ മൊയ്തു താഴത്ത് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ലഭിച്ച സംവിധാനം നിർവഹിച്ച വ്യക്തിക്ക് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പാതിരാത്രി 1:30 ഇറങ്ങി പോകേണ്ടി വന്നു. ഇറക്കി വിട്ടു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്, പരസ്യ ചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള തന്റെ പ്രവൃത്തിയുമായി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് CPM നേതാക്കളായിട്ടുള്ള ആളുകൾ അത് പിടിച്ച് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയൊക്കെ അധികം വെല്ലുവിളികൾ നേരിടുന്നു. എന്നാൽ ഇനി ആ സിനിമ റീറിലീസ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോവില്ല, അല്ലെങ്കിൽ അത് റീറിലീസ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയും. അതായത് ഈ സിനിമ CPM പ്രവർത്തകർ ഇടപെട്ട് തടസ്സപ്പെടുത്തുകയും അതിന്റെ പ്രവർത്തനം നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടും പിന്നെയും വേട്ടയാടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, രക്തസാക്ഷിയാകേണ്ടി വന്നു കഴിഞ്ഞാലും ഈ സിനിമ റീറിലീസ് ചെയ്യും, കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് പറയുന്നത്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് TP51 എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങളും ചർച്ചയാവുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എമ്പുരാന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വാദിക്കുന്ന ആളുകൾ എന്തായാലും TP51ന്റെ കാര്യത്തിൽ ആ കാര്യം TP51 ലഭിച്ചിരുന്നില്ല. ആരാണോ എമ്പുരാന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വാദിക്കുന്നത് അതേ ആളുകളാണ് TP51 എതിര് നിന്നത് എന്ന് അദ്ദേഹം പറയുന്നു. സമാനതകളില്ലാത്ത വേട്ടയാടലുകളാണ് താൻ അനുഭവിച്ചത് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എമ്പുരാന് തിയേറ്ററുകളൊക്കെ ലഭിക്കുന്നു, 1000ഓളം തിയേറ്ററുകൾ ലഭിക്കുന്നു. പക്ഷേ തന്റെ സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ കത്തിക്കുമെന്ന് പോലും പറയുകയുണ്ടായി. അന്ന് കാര്യമായ പ്രതികരണത്തിന് ആരും മുതിർന്നിട്ടില്ല എന്നൊരു കാര്യം പറയുന്നു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾ എന്ന് ഇന്ന് പറയുന്ന ആളുകൾ കപടന്മാരാണ്, അവർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്, അവരെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. തിയേറ്ററുകളിൽ വന്നു, അത് നവമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി, റീസെൻസറിങ് വന്നു.
ഈ സമയത്ത് ഇതിനെ അങ്ങ് മുഴുവൻ കാണാം എന്ന് കരുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തിയേറ്ററിലെത്തി സിനിമ കണ്ട ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഇനി TP51 വീണ്ടും പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ CPM എന്തു ചെയ്യാനാണ്? അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം TP51 എന്തുകൊണ്ടാണ് CPM അതിന് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചത്, അല്ലെങ്കിൽ തിയേറ്റർ ഉൾപ്പെടെയുള്ളവ കത്തിക്കുമെന്ന് പറഞ്ഞത് എന്നത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. കാരണം TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPM നേതാവായിട്ടുള്ള വ്യക്തി പാർട്ടി മാറുന്നു. ഒഞ്ചിയം എന്ന് പറയുന്ന മേഖലയിൽ CPMന്റെ സ്വാധീനം അപ്രസക്തമാവുന്നു. തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട കഥ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഒരു കൂട്ടം കലാകാരന്മാർ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് TP51 എന്ന് പറയുന്ന സിനിമയിലേക്ക് പോകുന്നത് എന്ന് മൊയ്തു താഴത്ത് നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമ വളരെ രഹസ്യമായിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റ് രചിച്ചത് എന്ന് പറയുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ CPM അനുഭാവികളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അറിഞ്ഞു. അതിന്റെ പേരിലാണ് പല സ്ഥലങ്ങളിലും ഷൂട്ടിംഗ് പോലും നിർത്തിവെക്കേണ്ടി വന്നത്. പ്രമുഖരായിട്ടുള്ള നടൻ റിയാസ് ഖാനും ഭീമൻ രഘു ഉൾപ്പെടെയുള്ള ശിവജി ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭീഷണി നേരിടേണ്ടി വന്നതായിട്ട് പറയുന്നുണ്ട്. സിനിമ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റുകൾ ഇല്ലാത്ത വാഹനങ്ങളിൽ വന്നാണ് പല സ്ഥലത്തും ഷെഡ്യൂൾ ചെയ്ത ഷൂട്ടിംഗ് CPM പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയത്. അങ്ങനെ ഇവരിന്ന് ഷിഫ്റ്റ് തന്നെ മാറ്റേണ്ടി വന്നു. അതായത് ഇവിടെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തത് പ്ലാൻ ചെയ്ത് തൊടുപുഴയിലും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ മാറ്റേണ്ടി വന്നു. ഈ TP ചന്ദ്രശേഖരനെ വധിച്ച കേസിലെ പ്രധാന പ്രതിയായ കൊടിസിനി ഉൾപ്പെടെയുള്ള ആളുകൾ ഒളിവിൽ കഴിഞ്ഞ മുടക്കോഴിമല എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ഒഞ്ചിയം ഭാഗത്താണ് ആ സ്ഥലമുള്ളത്. അത് സെറ്റിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഈ നാദാപുരം ഭാഗത്തേക്ക് പോയ സമയത്താണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വേളയിൽ മൊയ്തു താഴത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവം. ഒരുപക്ഷെ ഈ വളരെ രഹസ്യമായി ഇതിന്റെ തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷം സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് കടന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ ഉണ്ടായിരുന്നു. മൊയ്തു താഴത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുട്ടികൾക്കുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യക്കുണ്ടായിരുന്നു, കുടുംബത്തിനുണ്ടായിരുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ കേവലം 13 14 സർക്കാർ തിയേറ്ററുകളിലേക്ക് അപ്പുറത്തേക്ക് മറ്റ് തിയേറ്ററുകളിലേക്ക് കടത്താൻ ഇവിടെയുള്ള ആളുകൾ അനുവദിച്ചില്ല. ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളായിട്ടുള്ള തൊഴിലാളികൾ, ഈ ടിക്കറ്റ് മുറിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്രേ ഈ TP51 ടിക്കറ്റ് ഞങ്ങൾ കീറില്ല എന്നുള്ളത്. അതായത് ഇന്ന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വാദിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള തൊഴിലാളികൾ, CITU തൊഴിലാളികളൊക്കെ TP51 ടിക്കറ്റ് കീറില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ വിഭിന്നമാണ്. OTT പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ സജീവമായി രംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ തിയേറ്ററുകളിലേക്ക് സിനിമ ഇറക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ പരീക്ഷിക്കുമെന്നാണ് മൊയ്തു താഴത്ത് പറയുന്നത്. റിലീസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതിന് ചില കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗങ്ങൾ കൂടി, അതായത് 2014 ഈ സിനിമ പൂർത്തിയാക്കുന്നത്. അതിനുശേഷം TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് മറ്റൊരനവധി അപ്ഡേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തിരക്കഥയിൽ ഉൾപ്പെടെ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് കുറച്ചുകൂടി ഷൂട്ട് ചെയ്യാനുണ്ട്. ഷൂട്ട് ചെയ്തതിനു ശേഷം തിയേറ്ററുകളിലേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് മൊയ്തു താഴത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ എമ്പുരാൻ സിനിമ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുംബത്തോടൊപ്പം പോയി കണ്ടതിനെ കുറിച്ച് പരാമർശിച്ച സമയത്ത് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് റിലീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുമോ എന്നൊരു വെല്ലുവിളി കൂടി മൊയ്തു താഴത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യത്തിന്റെ നിലയിൽ നിർത്തുന്ന ഒരു സിനിമയാണ് ഈ TP51 എന്ന് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് മാത്രം ബാധകമല്ലല്ലോ, ഈ TP51 ബാധകമല്ലേ, എമ്പുരാന് ബാധകമായിട്ടുള്ള കാര്യങ്ങൾ TP51 ബാധകമല്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുമ്പിൽ എന്തായാലും അവസാനിപ്പിച്ച TP51 വീണ്ടും പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംവിധായകൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ K. വേണുഗോപാൽ.